സിവിയർ ഓട്സ് അല്ലെങ്കിൽ ഓട്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റബിൾ കണ്ടീഷനാണ്. പക്ഷേ അതിന് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻസും കൃത്യമായ മാനേജ്മെന്റും ആവശ്യമാണ്. കൗണ്ട് തീരെ കുറയുമ്പോൾ നമ്മൾ നാച്ചുറലി ട്രീറ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറയും. പ്രഗ്നൻസി ലഭിച്ചാൽ തന്നെ അബോർഷനും കുഞ്ഞുങ്ങൾക്ക് അബ്നോർമാലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പലപ്പോഴും ഇത് കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ IVF പറയും. IVF ഇക്സി തന്നെ അവർക്ക് സാധാരണ ഇക്സി പോരാ, പിക്സി എന്ന് പറയും. ബെസ്റ്റർ സ്പേംസ് സെലക്ട് ചെയ്ത് ചെയ്യുന്നതിനാണ് പിക്സി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചികിത്സ തന്നെ വേണ്ടിവരും. ചിലർക്ക് പിക്സിയിലും ചിലപ്പോൾ ഏറ്റവും നല്ലത്, ഇതിന് ഐഡിയലി ഏറ്റവും നല്ലത് നമ്മൾ ടീസ എന്ന് പറയാം. അതായത് ഇവർക്ക് സ്പേംസ് ഉണ്ട്, സ്പേംസ് അവൈലബിൾ ആണ്. ആ സ്പേംസ് നമ്മൾ ടീസ മൂലം, ടെസ്റ്റിക്കുലർ ആസ്പിറേഷൻ മൂലം ടെസ്റ്റിസിനെ ഡയറക്റ്റ് എടുക്കുന്ന സ്പേംസിന് കുറച്ചുകൂടെ ഹയർ പ്രഗ്നൻസി ചാൻസസും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് ഒരു സിവിയർ ഓട്സ് അല്ലെങ്കിൽ ഓട്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റബിൾ കണ്ടീഷനാണ്. പക്ഷേ അതിന് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻസും കൃത്യമായ മാനേജ്മെന്റും ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ കൗണ്ട് വളരെയധികം കുറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ലഭിക്കാതെ വരും. അതുകൊണ്ട് ഇന്ന് വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീയുടെ കാര്യങ്ങൾ പരിശോധിക്കുന്ന പോലെ തന്നെ പുരുഷന്മാരുടെയും ഓരോ കണ്ടീഷൻസ് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. ഇതിനൊപ്പം തന്നെ സ്കാനിങ്ങും ചെയ്യുന്നത് നിങ്ങളെ സഹായകരമായിരിക്കും. സ്കാനിങ്ങിൽ വേരിക്കോസിൽ കണ്ടാൽ, ഞരമ്പ് തടിച്ച് കിടക്കുന്നുണ്ടെന്ന് കണ്ടാൽ അത് സർജിക്കലി ട്രീറ്റ് ചെയ്യുന്നതും കാണും. സ്ത്രീ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഗുളികകളും ഇഞ്ചക്ഷൻസും മെഡിസിൻസും സർജിക്കലി എല്ലാ ഇന ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അല്ല ഇതിൽ ശരിയാവുന്നില്ലെങ്കിൽ ടീസ പോലുള്ള ഇത് ചെയ്ത് IVF ചെയ്യാനും സാധിക്കും.